ഇവിടെ വരുന്നത്. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു ഇപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സൗഹൃദം എങ്ങനെ കാണുന്നു? ഞാൻ ശരിക്കും കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഒരിക്കൽ മീറ്റ് ചെയ്യാനിടയായി. കുറേ വർഷത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പങ്കുവച്ചു. സൗഹൃദം കുറച്ചുകൂടി ക്ലോസറായി. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ വർക്കിന് ഭയങ്കരമായിട്ട് ഗുണമായിരുന്നു. വളരെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആർട്ടിസ്റ്റുമാരാണ് ഞങ്ങൾ. And I guess my best pair till date. So I mean, on screen. Yeah. So that's it. One second. എന്താ പറയാ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ നല്ല സ്ട്രോങ്ങറായി. ലൈക്ക് നല്ലൊരു റിലേഷൻഷിപ്പ്, വെരി ഗുഡ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര നിങ്ങളെപ്പോലെ ഞങ്ങൾ തമാശയൊക്കെ നിങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്ന പോലെ പ്ലസ് ഫൺ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ. ക്വീൻ എലിസബത്ത് ഈ വരുന്ന 29-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യുകയാണ്. ആ സമയത്ത് നിങ്ങളെല്ലാവരും അവരവരുടെ വീടുകളിലായിരിക്കും, വെക്കേഷൻ സമയമായതുകൊണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ പോയി ക്വീൻ എലിസബത്ത് കാണണം. എല്ലാവരും കണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കണം, ഒരു ഗംഭീര വിജയമാക്കി തീർക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും, ഞങ്ങളും നിങ്ങളും എല്ലാം ഒരുപോലെ കാത്തിരുന്ന് ആഗ്രഹിച്ച ഒരു കോംബോ മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. മീരാജാസ്മിൻ നരൈൻ എന്ന് പറയുന്ന ഒരു കോംബോ. അച്യുവിൻ്റെ അമ്മയും മിന്നാമിനിക്കൂട്ടവും ഒരേകടലൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ആ കോംബോയുടെ വലുപ്പം എന്താണോ, കോംബോയുടെ ഒരു സവിശേഷത എന്താണോ. അത് മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു നല്ല സിനിമയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും എൻ്റെ പോലുള്ള എൻ്റെ പ്രായക്കാർക്കും നിങ്ങളുടെ പ്രായക്കാർക്കും എല്ലാവർക്കും, എല്ലാ കുടുംബത്തിലും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു മികച്ച സിനിമയായിരിക്കും ക്വീൻ എലിസബത്ത് എന്ന് 100% ഗ്യാരണ്ടി പറയാൻ എനിക്ക് സാധിക്കും, ഒരു സംവിധായകൻ എന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കൂടെ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ സിനിമ കാണണം, വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.